സോ KTU BTech S3 2024 സ്കീം സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. എത്ര ക്രെഡിറ്റ് വേണം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ 2024 സ്കീം സ്റ്റുഡൻസിന് ക്ലിയർ ആക്കി തരാം. ഒരുപാട് വീഡിയോസിന് ഡെയിലി വരും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഫോർത്ത് സെമസ്റ്റർ, അതായത് S1 മുതൽ S4 വരെ നിങ്ങൾക്ക് ക്രെഡിറ്റിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. എന്ന് വെച്ചാൽ മിനിമം ഇത്ര ക്രെഡിറ്റ് വേണം എന്നൊന്നും നോട്ട് അപ്ലിക്കബിൾ, നോട്ട് ഇൻസിസ്റ്റഡ്. ഇത് ക്ലിപ്പ് ഇട്ടുകൊണ്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. S1 മുതൽ S4 വരെ നിങ്ങൾക്ക് യാതൊരു ക്രെഡിറ്റിൻ്റെ മിനിമം ക്രെഡിറ്റ് റിക്വയർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നിങ്ങൾ S4 കഴിഞ്ഞ് 5ാം സെമസ്റ്ററിലോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം 18 ക്രെഡിറ്റ്, അതായത് 18, വളരെ മിനിമം കാര്യം അവർ പറഞ്ഞു. അതും S1 ആൻഡ് S2 ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഒരു എക്സാമിന് വ്യക്തമാക്കി തരാം. ഇപ്പം 3ും 4ും സെമസ്റ്ററിൽ ടോട്ടൽ ഒരു ക്രെഡിറ്റ് 25-24 ക്രെഡിറ്റാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ഫുൾ പാസ്സായി ഇരിക്കുക. പക്ഷേ നിങ്ങൾ S1 S2 നിങ്ങൾക്ക് എന്താണ് മിനിമം 18 ക്രെഡിറ്റ് പോലും ഇല്ല. അത്യാവശ്യം സപ്ലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 18 ക്രെഡിറ്റ് പോലും ഇല്ല. ആ ഒരു സമയത്ത് നിങ്ങൾ 5th സെമസ്റ്ററോട് നിങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്? മിനിമം 18 ക്രെഡിറ്റ് S1 എന്നും S2 എന്നാണ്. നിങ്ങൾ S3 S4 എന്ത് ചെയ്തു എന്നല്ല അവർ നോക്കുക. ആ സമയത്ത് ഏകദേശം ആ സമയത്ത് എന്താണ് നിങ്ങളുടെ S1 എന്നും S2 എന്നും 18 ക്രെഡിറ്റ്. അപ്പോൾ ഇപ്പോഴേ നിങ്ങളെ ബാക്ക് പേപ്പേഴ്സ് ക്ലിയർ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളെ സീനിയേഴ്സ് ഒരുപാട് പേര് ടെൻഷനിലാണ്. ഇയർ ബാക്ക് സിസ്റ്റത്തിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ അത് നിലവിലുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോൾ യാതൊരു കൺഫർമേഷനും ഇല്ല. കറൻ്റ്ലി യാതൊരു കൺഫർമേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലി ഇത്ര ഇൻഫോർമേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇയർ ബാക്ക് സിസ്റ്റം KTUവിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുണ്ട്, പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ ഒന്നും വരാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇതിന് മുന്നത്തെ ഇയറിലൊക്കെ അത് മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്ന കൊറോണ ഇഷ്യൂസും പല ഇഷ്യൂസും കാരണം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 18 ക്രെഡിറ്റ് S1 എന്നും S2 എന്നും വേണം. അപ്പോൾ ഇനി 7th സെമസ്റ്ററിലെ ക്രെഡിറ്റിൻ്റെ കാര്യങ്ങളും ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളതിന് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം പറയണം. ഞാനിന്ന് സംസാരിക്കാൻ വന്നത് ഫ്രാങ്ക്ലിൻസ് S3 മംഗൾ ബാച്ചിനെ കുറിച്ചാണ്. ഇന്നലെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തു. യെസ്, ഇറ്റ്സ് എ പ്രൊമോഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ കുട്ടികൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാനൊരു ബെറ്റിംഗ് ആപ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഏറ്റവും എഡ്യൂക്കേഷൻ കണ്ടൻസ് നല്ല രീതിക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയണം. നിങ്ങൾ ഈ സപ്ലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മികച്ചൊരു ടീമിൻ്റെ ഹെൽപ്പ് എന്ന് വെച്ചാൽ ഡിസൈൻഡ് ബൈ എൻജിനീയേഴ്സ് ഫോർ എൻജിനീയേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ എൻജിനീയറിംഗ് കുട്ടികൾക്ക് വേണ്ടി എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സും എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് കംപ്ലീറ്റ്ലി ഒരു BTech ഓറിയൻറ്റഡ് ക്ലാസ് മാത്രമല്ല, ഇതിൽ ഗേറ്റ് ഇൻറ്റഗ്രേറ്റഡ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ BTech ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് ഈ BTech ക്ലാസ്സുകളാണ് നമ്മുടെ ഗേറ്റിൻ്റെ ബേസിക് സ്ട്രക്ചർ. BTechൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഗേറ്റിലേക്ക് നിങ്ങൾക്ക് എന്താണ് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന കാര്യം തന്നെയാണ്. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് റെഡിയാണ്, അത് ക്ലിയർ ചെയ്ത് തരാം. ആൻഡ് AI റിലേറ്റഡ് ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസ്, ഇവരുടെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ സീരീസിൻ്റെ കാര്യങ്ങൾ ഡൗട്ടുള്ളവർ അല്ലെങ്കിൽ സംശയമുള്ളവർ എന്ത് ചെയ്യുക, ഇവരുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവരുടെ ഷോർട്സ് കാര്യങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ചോദ്യങ്ങളാണ് വരുന്നത്. എപ്പോഴും ഞാൻ ഈ C പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞതാണ്, ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു കുട്ടികൾക്ക്. കാരണം അത്രയും സിലബസ് എന്ന് വേരിയേഷൻ വന്നൊരു പേപ്പറിൻ്റെ അകത്ത് 47 ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഐ ഒഫീഷ്യലി റെക്കമെൻഡ് യു ദാറ്റ് ഈ കോഴ്സ് എടുക്കുന്നതുകൊണ്ട് ഒരാൾ പോലും വന്നിട്ട് പറയില്ല ഇത് ഈ കോഴ്സ് മോശമായി. ഈ ക്ലാസ് എടുത്താൽ നിങ്ങൾ എന്തായാലും ഫെയിൽ ആവില്ല. അപ്പോൾ ഇഫ് യു ക്യാൻ ടേക്ക് ദിസ് ക്ലാസ് 100% നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ട് എടുക്കുക. നിങ്ങൾ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തലേ ദിവസം പഠിച്ച് പോയി ദയവ് ചെയ്തിട്ട് ആ പരിപാടി ചെയ്യല്ലേ. ഒന്നാമത് ഞാൻ പറയുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റില്ല. ഈ 2024 സ്കീമിൻ്റെ അകത്ത് മൊഡ്യൂൾ 2019 സ്കീമിൽ 5 മൊഡ്യൂളായിരുന്നു. അതിനെ നിങ്ങൾ 4 മൊഡ്യൂളാക്കി നിങ്ങൾക്ക് 60 മാർക്ക് തന്നാൽ ഏത് ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. സീരിയസ് ആയിട്ട് പറയാം. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, DC മെഷീൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ നോക്കി നോക്ക്. അതേപോലെ തന്നെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എവിടെ നിന്ന് വരും. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇഫ് യു നീഡ് ഹെൽപ്പ് ഡെഫിനറ്റ്ലി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് ഇസ് ദർ. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ക്രെഡിറ്റിൻ്റെ കാര്യം പറയാം.
അപ്പോൾ ക്രെഡിറ്റിൻ്റെ കാര്യം ഞാൻ ബാക്കി പറയുമ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയി നിൽക്കുക. S5 മിനിമം 18 ക്രെഡിറ്റ് വേണം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് 7th സെമസ്റ്ററിൽ എത്തുമ്പോൾ 37 ക്രെഡിറ്റ് S1 എന്നും S4 എന്നും വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവരെന്താ ഉദ്ദേശം വെച്ചാൽ ഫസ്റ്റ് S1 എന്നും S2 എന്നും 18 ക്രെഡിറ്റ് വേണം ടു 5ാം സെമസ്റ്ററിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. 7th സെമസ്റ്റർ 7ാം സെമസ്റ്ററിലോട്ട് കടക്കണമെങ്കിൽ 37 ക്രെഡിറ്റ് S1 to S4, അതായത് ആദ്യത്തെ 4 വർഷത്തിന് 37 ക്രെഡിറ്റ്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ക്രെഡിറ്റ് നിങ്ങൾ കൊടുത്തിട്ടില്ലേ, ക്യുമുലേറ്റീവ് ക്രെഡിറ്റ്, നിങ്ങളെല്ലാം പാസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട ക്രെഡിറ്റ് എത്രയാണ്? ഏകദേശം ഒരു 139 ക്രെഡിറ്റാണ് S6 വരെ ഉണ്ടാവേണ്ടത്. S7 പാസ്സായ 156. അപ്പോൾ S6ൽ 139 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടതിൽ നിങ്ങളൊരു മിനിമം 37 ക്രെഡിറ്റ് പോലും വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഇയർ ബാക്ക് സിസ്റ്റം കൊണ്ടുവരുന്നതിൽ നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ക്രെഡിറ്റ് വാങ്ങേണ്ടതിൽ നിങ്ങൾ ജസ്റ്റ് 30. അപ്പോൾ നിങ്ങൾ ഈ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഒരു നാളെ ഈ വേണമെങ്കിൽ മേ ബി ഈ വർഷത്തിലെ ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇയർ ബാക്ക് സിസ്റ്റം എടുത്ത് കളയാം. എല്ലാ പ്രാവശ്യവും അത് കളയൂല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക. പണ്ട് ഈ സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ജൂനിയേഴ്സിൻ്റെ കൂടെ ഒക്കെ പഠിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് വന്നെന്ന് വെച്ചിട്ട് വലിയ സംഭവമൊന്നുമല്ല, അത്ര മോശപ്പെട്ട കാര്യമില്ല. നമ്മുടെ അവസ്ഥ നമുക്കേ മനസ്സിലാവുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ്, ഈ ക്രെഡിറ്റ്സ് നിങ്ങൾ എക്വയർ ചെയ്യാൻ ശ്രമിക്കുക. സോ കറൻ്റ്ലി നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. So stay with the channel and be with the channel. It's for you, not for me.